കിരീടത്തിൽ മോഹൻലാലിന്റെ അനിയത്തിയായി വന്ന് മലയാളികളുടെ മനസ്സ് കവർന്ന ആ നടി ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ചെങ്കോൽ, കോട്ടയം കുഞ്ഞച്ചൻ, സ്ത്രീധനം, കാർണിവൽ തുടങ്ങി 90കളിൽ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്ന ഉഷ. ക്യാരക്ടർ റോളുകളിലും സഹനടി വേഷങ്ങളിലും തനതായ അഭിനയ ശൈലി കൊണ്ട് തിളങ്ങിയ പ്രതിഭ. എന്നാൽ കരിയറിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ സിനിമയിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റി നിർത്തപ്പെട്ടു. അതിന് പിന്നിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണോ? ദീർഘകാലത്തെ മൗനത്തിന് ശേഷം നടി ഉഷ തന്നെ മനസ്സ് തുറക്കുകയാണ്. കോട്ടയം കുഞ്ഞച്ചന്റെയും കാർണിവലിന്റെയും ഒക്കെ സമയത്ത് മമ്മൂക്കയുമായി വളരെ നല്ല സൗഹൃദ ബന്ധത്തിലായിരുന്നു ഉഷ. എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കുന്ന മമ്മൂക്ക പക്ഷേ പെട്ടെന്നൊരു ദിവസം ഉഷയോട് സംസാരിക്കാതായി. കാണുമ്പോൾ വെറുമൊരു ഹായ്, ഹലോ അല്ലെങ്കിൽ ഒരു തലയാട്ടൽ മാത്രമായി സംസാരം ചുരുങ്ങി. എന്താണ് ഇതിനു കാരണം? ഇതിന് പിന്നെ ഉഷയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കൗതുകകരമായ ഒരു കഥയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഉഷയുടെ വിവാഹം നടത്താൻ പോകുന്ന സമയത്ത് ആ ബന്ധത്തിൽ നിന്ന് മകളെ പിന്തിരിപ്പിക്കാൻ ഉപദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഉഷയുടെ ആപ്പച്ചിയും സുരേഷ് ഏട്ടന്റെ മാതാപിതാക്കളും തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിലായിരുന്ന മമ്മൂക്കയെ നേരിൽ പോയി കണ്ടിരുന്നു. ഞാൻ സംസാരിക്കാം എന്ന മമ്മൂക്ക ഉറപ്പു നൽകിയെങ്കിലും ഉഷയോട് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്തോ ഒരു വലിയ തെറ്റിദ്ധാരണ മമ്മൂക്കയുടെ മനസ്സിൽ ഇതിനോടെല്ലാം അകം ഉടലെടുത്തിരുന്നു എന്ന് ഉഷ ഉറച്ചു വിശ്വസിക്കുന്നു. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. മലയാള സിനിമയിൽ ഉഷയ്ക്ക് അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി. മമ്മൂട്ടി സജസ്റ്റ് ചെയ്യുന്ന പ്രൊജക്ടുകളിൽ നിന്ന് ഉഷയുടെ പേര് മാറ്റി നിർത്തപ്പെടുന്നു എന്ന് ഇൻഡസ്ട്രിയിൽ ഉള്ളവർ തന്നെ ഉഷയോട് പറഞ്ഞു. വിഷയം കടുത്തപ്പോൾ അമ്മ സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ച് ഉഷ അന്നത്തെ പ്രസിഡന്റായ ഇന്നസെന്റ് ചേട്ടനോട് ഈ കാര്യം പറഞ്ഞു. നമുക്ക് ഇപ്പോൾ തന്നെ മമ്മൂട്ടിയോട് ചോദിക്കാം എന്ന് ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞെങ്കിലും ഉഷ അത് തടഞ്ഞു. പടച്ചവൻ എനിക്ക് വിധിച്ചത് ആര് വിചാരിച്ചാലും തടുക്കാൻ പറ്റില്ല. അതെനിക്ക് കിട്ടും, അല്ലാത്തതൊട്ട് കിട്ടുകയുമില്ല എന്നായിരുന്നു ഉഷയുടെ നിലപാട്. പിന്നീട് ഇന്നസെന്റ് ചേട്ടൻ മമ്മൂക്കയോട് സംസാരിച്ചപ്പോൾ താൻ ബോധപൂർവം ആരുടെയും അവസരം കളഞ്ഞിട്ടില്ല എന്നായിരുന്നു അത്രേ മമ്മൂക്കയുടെ പ്രതികരണം. എന്നാൽ ഉഷയെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ മറ്റൊരു സംഭവമുണ്ടായി. ജി മാർത്താണ്ഡൻ ആദ്യമായി സംവിധാനം ചെയ്ത ദൈവത്തിന്റെ സ്വന്തം